നമസ്കാരം. ബുള്ളറ്റ് മണി ബ്ലോഗ്സ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെക്കാലമായി എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഈ റോയൽ എൻഫീൽഡുമായിട്ട് 60 വർഷത്തിലേറെ സേവന പാരമ്പര്യം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ വർക്കിനെ കുറിച്ചിട്ടും ഓരോ പാർട്ടികളെ കുറിച്ചിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മനസ്ഥിതി എനിക്കുണ്ട്. പക്ഷെ അതിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിരുന്നാൽ, ഒരു റോയൽ എൻഫീൽഡ് വാഹനം വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലൈൻ്റാണ് എല്ലാവരും സാധാരണ പറയുന്നത്. പക്ഷേ ആ ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് അതിനെ മാറ്റി കുറിക്കണം എന്നുള്ള ഒരു നിബന്ധനയാണ് എനിക്കുള്ളത്. പക്ഷേ അതിൽ പറയേണ്ടതെന്ന് വെച്ചിരുന്നാൽ, ഒരു പുതിയ വാഹനം നമ്മൾ കരസ്ഥമാക്കുമ്പോഴത്തേക്ക് ഈ വാഹനത്തിനുള്ള ഫ്രീ സർവീസും പീരിയോഡിക്കൽ ചെക്കപ്പും മറ്റുള്ള ചെക്കപ്പുകളും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പുതിയ വാഹനം എടുക്കുമ്പോഴത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സർവീസ് വാറൻറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് സർവീസ് പീരീഡ് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഉപയോഗം തീർന്നതിന് ശേഷം രണ്ടാമത് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആവറേജ് 10,000 കിലോമീറ്റർ 12,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് അത് നശിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇത് മാറ്റിയിട്ട് കമ്പനി പറയുന്ന വാഹന കമ്പനി ഈ ചെയിൻ സ്പോക്കറ്റ് കമ്പനി എന്ന് വെച്ചാൽ റോളൻ ഡയമണ്ട്, ഈ കമ്പനികളാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അവർ എന്നെക്കാളും എത്രയോ മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പാരമ്പര്യമുള്ള കമ്പനികളാണ്. പക്ഷേ അതിൽ തന്നെ ഇതിനകത്ത് 25,000 കിലോമീറ്റർ ഓടണമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ അതിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രീതികൾ എങ്ങനെയെന്നുള്ളത് ഞാനതിൽ പറഞ്ഞുതരാം. ആദ്യം പുതിയ വാഹനം എടുത്തത് തൊട്ട് നമ്മൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ ഈ ചെയിൻ മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണത് ഒന്നി മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഡീസലോ വെച്ച് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ചെയിൻ നല്ല പ്രഷർ വാഷ് ചെയ്ത് അതിനകത്തുള്ള മണ്ണ് കംപ്ലീറ്റ് കളയണം. മണ്ണ് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ചെയിൻ നല്ല പുതിയതുപോലെ വരും. പുതിയതുപോലെ വന്നതിന് ശേഷം നമ്മൾ അതിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത് ഞാനതിന് വിശദീകരിച്ചു തരാം. നമ്മളിതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് പറയേണ്ടത്, ചെയിൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം ഈ ചെയിൻ നല്ല ഫ്രീ ആയിട്ട് കറങ്ങത്തക്ക വിധം എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഈ തിൻ ഓയിൽ ഈ 2 പ്ലേറ്റിൻ്റെ 2 വശത്ത് ഈ കാണുന്ന ഇതേപോലെ 2 പ്ലേറ്റ് വരും, അപ്പുറം ഇപ്പുറം. അതിൻ്റെ 2 വശത്ത് നമ്മളിത് അപ്ലൈ ചെയ്യണം ചുറ്റും. ചെയിനിൽ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം പിന്നീട് സെൻറ്റർ ഭാഗത്ത് ചെയിൻ ലൂബ് സ്പ്രേ ചെയ്യാം. ചെയിൻ ലൂബ് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നാൽ, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈറ്റ് വരുന്ന ഭാഗം 1.5 ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ പ്ലേ ആയിരിക്കണം. 1.5 ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ പ്ലേ ഇട്ട് നമ്മളിത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കാം. പിന്നെ അഥവാ ഇതിനകത്ത് കൂടുതൽ വാഹനം ഓരോ പ്രാവശ്യം പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഓരോ 6,000-7,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കർശനമായിട്ടും ഈ ചെയിനിൻ്റെ കണക്റ്റിംഗ് ലിങ്ക് മാറ്റിയിരിക്കണം. ചെയിൻ ലിങ്ക് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെയിൻ സ്പോക്കറ്റിന് ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യും. ഈ സ്പോക്കറ്റിൻ്റെ ഒരു പല്ല് പോലും ഒടിഞ്ഞു പോകില്ല. ഇല്ലെങ്കിൽ ഈ ലോക്കിലാണ് കൂടുതൽ ലോഡ് വരുന്നത്. ലോഡ് വന്ന് ലോക്ക് തേയുമ്പോഴത്തേക്കാണ് ഈ പല്ലൊടിഞ്ഞു പോകുന്നത്. അതൊരിക്കലും വന്നുകൂടാ. അങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ 25,000 എന്ന് പറയുന്നത് നമുക്കൊരു 35,000-ന് പുറത്ത് നമുക്ക് ഉപയോഗിക്കാം. അത്രയും നല്ല രീതിയിൽ നോക്കാം. ഇനിയുള്ള മറ്റുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കൂടെ ഞാൻ പകർത്തി തരാം.